ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല. ശ്രാവണ പല്ലവി ഭാഗം 46. അച്ഛനും അമ്മയും അവരുടെ സ്നേഹവും വാത്സല്യവും കിട്ടാതെ വളരേണ്ടി വരിക എന്നത് എത്ര ഭീകരമായ അവസ്ഥയാണെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് തന്നെ രക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചത്. കണ്ണൻ ഒരിക്കലും ആ അവസ്ഥയിലൂടെ കടന്നു പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് പറയുമ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പിന്നെ താൻ എനിക്ക് അവിടെ ചാർത്തി തന്നൊരു പട്ടമുണ്ടല്ലോ, ഡൽഹിയിൽ ജനിച്ചു വളർന്ന രക്ഷിതാക്കൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ കയ്യിൽ ഒരുപാട് പണമുള്ള എനിക്ക് താൻ പറഞ്ഞ പോലെ ജീവിക്കാൻ ഒരു തടസ്സവുമില്ല. താൻ പറഞ്ഞ പോലെ എങ്ങനെ വഴി പിറച്ച് നടന്നാലും ചോദിക്കാനും പറയാനും എനിക്കാരുമില്ല. അതറിയാവുന്ന പലരും ഈ പറഞ്ഞ ആവശ്യമായി എൻ്റെ അടുത്തേക്ക് വന്നിട്ടുമുണ്ട്. താൻ പറഞ്ഞ പോലെ ഒരു പെണ്ണാണ് ഞാനെങ്കിൽ അതിൽ ആരുടെയെങ്കിലും ഒപ്പം പോകാൻ എനിക്കൊരു തടസ്സമില്ല. അങ്ങനെയുള്ളപ്പോൾ മരിച്ചു പോയിട്ട് പോലും പ്രാണനായി പ്രണയിച്ചവളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന തന്നെ പോലെ ഒരുത്തൻ്റെ അടുത്ത് വൃത്തികെട്ട രീതിയിൽ പെരുമാറാൻ മാത്രം ബിച്ചല്ല ഞാൻ. പറഞ്ഞു നിർത്തിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശ്രാവണനും അവൾക്ക് മുന്നിൽ വാക്കുകൾ നഷ്ടപ്പെട്ടു. അവളോട് പറഞ്ഞതും ചെയ്തതും വലിയ തെറ്റാണെന്ന് അവന് മനസ്സിലായി. അവളെപ്പറ്റി കൂടുതൽ അറിയാതെ ഒരു പെൺകുട്ടിയെപ്പറ്റി താൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് തൻ്റെ നാവിൽ നിന്നും വീണുപോയത്. ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കാൻ വാ തുറന്നതും അവൾ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, താൻ എന്താ പറഞ്ഞത്? എൻ്റെ അസുഖം തീർക്കാൻ തന്നെ കിട്ടില്ലെന്നോ? തൻ്റെ അടുത്ത് അഴിഞ്ഞാടാൻ വരരുതെന്നോ? അപ്പോൾ താൻ ഇന്നലെ എൻ്റെ അടുത്ത് പെരുമാറിയതോ? പല്ലവി ചോദിച്ചതും അവൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാകാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. മനസ്സിലായില്ല തനിക്ക്? ഇന്നലെ രാത്രി കുടിച്ച് ബോധമില്ലാതെ മഴയത്ത് മായയുടെ അടുത്ത് പോയി നിന്ന തന്നെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി വന്ന എന്നെ ബലമായി താൻ കിസ് ചെയ്തു. അതും തൻ്റെ ഭാര്യയുടെ പേരും വിളിച്ച്. തൻ്റെ പ്രവൃത്തിയെ അപ്പോൾ ഞാൻ എന്ത് വിളിക്കണം? അവൾ പറഞ്ഞു കേട്ട വാക്കുകൾ ഉണ്ണിയെ അടിമുടി ഉലച്ചു കളഞ്ഞു. മായയല്ലാതെ മറ്റൊരു പെണ്ണിനോട് താൻ അങ്ങനെ പ്രവർത്തിച്ചു എന്നത് അവന് ഉൾക്കൊള്ളാൻ ഒട്ടുമേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്താ എന്താ നീ പറഞ്ഞേ? ഞാൻ നിന്നെ... അവൻ്റെ ആകെ തകർന്നുള്ള ശബ്ദമാണ് ദേഷ്യത്തിൽ താൻ ഇപ്പോൾ എന്താണ് വിളിച്ചു പറഞ്ഞതെന്ന ബോധം അവളിൽ ഉണ്ടാക്കിയത്. തലേ രാത്രി ഉണ്ടായ സംഭവം ഉണ്ണി ഒരിക്കലും ബോധപൂർവം ചെയ്തതല്ല എന്നും മായയുടെ ഓർമ്മയിൽ കുടിച്ച് വെളിവില്ലാതെ നിൽക്കുന്ന അവൻ്റെ മനസ്സിൻ്റെ വിഭ്രാന്തിയിൽ തന്നെ ഒരു നിമിഷം അങ്ങനെ കണ്ടുപോയതാണെന്നും അവൾക്കറിയാമായിരുന്നു. അതൊരിക്കലും അവനോട് പറയണമെന്നും കരുതിയിരുന്നതല്ല. പക്ഷേ ഇന്ന് ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തത് അവൻ പറഞ്ഞു കേട്ടതും നിയന്ത്രണം വിട്ട് പറഞ്ഞു പോയതാണ്. തൻ്റെ വാക്കുകൾ അവനെ ഒരുപാട് വേദനിപ്പിച്ചുവെന്നും എന്നവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഇനി അവനോട് എന്ത് പറയണമെന്ന് അവൾക്കും അറിയുമായിരുന്നില്ല. ഉണ്ണിയെ കാണുകെ അവൻ്റെ മുഖത്തെ പകപ്പ് കാണുകെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ പല്ലവി വേഗം തിരിഞ്ഞു നടന്നു. എന്നാൽ അവളെ ആ പ്രവൃത്തി അവനിൽ ദേഷ്യം നിറച്ചു. അവൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും അല്ലെന്നുമുള്ള വിചാരം അവൻ്റെ മനസ്സിൽ ഉയർന്നു. മനസ്സിൻ്റെ ഒരു ഭാഗം എത്രയൊക്കെ ബോധം നശിച്ചാലും താൻ മറ്റൊരു പെണ്ണിനോട് അങ്ങനെ ചെയ്യില്ല എന്ന് വാദിച്ചപ്പോൾ ഇങ്ങനെ ഒരു നുണ പറയുന്നത് കൊണ്ട് പല്ലവിയെ പോലെ ഒരു പെണ്ണിന് ഒരു ഗുണവുമില്ല എന്ന മറുഭാഗം വാദിച്ചു. എന്താണ് ശരി എന്നറിയാതെ അവൻ്റെ മനസ്സുറഴി. എന്തു തന്നെയായാലും അവൾ പറഞ്ഞിട്ട് പോയ കാര്യം പൂർണ്ണമായും അറിയാതെ മനസ്സമാധാനം കിട്ടില്ല എന്ന് തോന്നിയതും അവളോട് സംസാരിക്കാനായി ഉണ്ണി വേഗത്തിൽ അവൾക്കടുത്തേക്ക് ചെന്നു. എന്നാൽ അപ്പോഴേക്കും പല്ലവിയർ വന്നിരുന്ന കാറിൽ കയറിയിരുന്നിരുന്നു. ഉണ്ണി ചെല്ലുമ്പോൾ നനഞ്ഞൊട്ടിയിരിക്കുന്ന പല്ലവിയോട് എന്ത് പറ്റിയെന്ന് തിരക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീകുട്ടനെയാണ് കാണുന്നത്. ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയ സമയമല്ല എന്ന് തോന്നിയതും നനഞ്ഞ വസ്ത്രം പോലും മാറാതെ ഉണ്ണി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ സ്റ്റാർട്ടാക്കി ശരവേഗം പറത്തി. ഇതിനിടയിൽ എന്താ കാര്യമെന്ന് ശ്രീകുട്ടനും മഹിമയും മാറി മാറി ചോദിച്ചെങ്കിലും ഉണ്ണിയോ പല്ലവിയോ അതിന് മറുപടി നൽകിയില്ല. വീട്ടിലെത്തിയതും ആരെയും നോക്കാതെ പല്ലവി വേഗം കാറിൽ നിന്ന് ഇറങ്ങി റൂമിലേക്ക് നടന്നു. അതേ വേഗത്തിൽ ഉണ്ണിയും കാറിൽ നിന്ന് ഇറങ്ങി തൻ്റെ നനഞ്ഞ മുണ്ട് മടക്കി കുത്തി അവൾക്ക് പിന്നാലെ വീട്ടിലേക്ക് കയറി.
ഡി, ഇവർക്കിത് എന്താ പറ്റിയേ? അമ്പലത്തിൽ വെച്ച് നമ്മളറിയാതെ വല്ല പ്രശ്നം ഉണ്ടായോ? അവിടെ പോക്ക് നോക്കി നിൽക്കെ ശ്രീകുട്ടൻ ചോദിച്ചു. ആ, എനിക്കെങ്ങനെ അറിയാനാ? നീ ഈ കുട്ടിയെ കൊണ്ട് കിടത്ത്, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറി കുറച്ച് നേരം കിടക്കട്ടെ. അത്രയും പറഞ്ഞ് ഉറങ്ങിപ്പോയ കണ്ണനെ ശ്രീകുട്ടനെ ഏൽപ്പിച്ച് മഹിമയും അകത്തേക്ക് പോയി. റൂമിലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പല്ലവി വല്ലാതെ കിതച്ചു പോയിരുന്നു. കവിളിലെ അടി കിട്ടിയ പാട് കാണും തോറും ഉണ്ണി തന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് വീണ്ടും ഓർമ്മ വന്നു. അതോടെ അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന കണ്ണിന് ചാലിട്ടൊഴുകി. അവൾക്ക് അതിശയം തോന്നി. ഇത്രയും കാലം സ്വന്തം അച്ഛനമ്മമാർ പോലും പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞ് തന്നെ കുത്തി നോയിക്കുമ്പോഴും മനസ്സിന് ഇത്രയും വേദന തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് താനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ തന്നെപ്പറ്റി എന്തോ പറഞ്ഞതിന് മനസ്സെന്തിനാണ് ഇങ്ങനെ വിങ്ങുന്നത്? എന്തിനാണ് താൻ കരയുന്നത്? അയാൾക്ക് തന്നെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല. അങ്ങനെയുള്ള ഒരാളുടെ വാക്കുകൾ തന്നെ എന്തിനു സങ്കടത്തിലാക്കണം? ഒരുപാട് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുമ്പോഴും അതിന് മറുപടി കണ്ടെത്താൻ കഴിയാതെ വന്നതും അവളിലെ സങ്കടം ദേഷ്യമായി മാറി. അതേ ദേഷ്യത്തോടെ കണ്ണാടിക്ക് മുന്നിലെ ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങൾ അവൾ ഊക്കോടെ തട്ടിത്തെറിപ്പിച്ചു. അമ്പലത്തിൽ പോകാൻ നേരം ഉടുത്തിരുന്ന സെറ്റ് മുണ്ടിന്റെ മേൽഭാഗം അവൾ ദേഷ്യത്തിൽ വലിച്ചെടുത്ത് നിലത്തെറിഞ്ഞു. കട്ടിലിൽ തല കുമ്പിട്ട് തളർന്ന് അവൾ ഇരുന്നു. തന്റെ മുന്നിൽ ആരോ നിൽക്കുന്നുണ്ടെന്ന് തോന്നിയതും കലങ്ങിയ കണ്ണുകൾ ഉയർത്തി അവൾ മുന്നിലേക്ക് നോക്കി. വല്ലാത്തൊരു ഭാവത്തിൽ തനിക്ക് മുന്നിൽ നിൽക്കുന്ന ഉണ്ണിയെ കണ്ടതും അവൾ എഴുന്നേറ്റു. അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അവൻ്റെ മനസ്സിലെ ഇപ്പോഴത്തെ വിചാരം എന്തായിരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉണ്ടാവുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നും രക്ഷപ്പെടുവാനായി അവൾ വാഷ്റൂമിലേക്ക് നടന്നതും അവളുടെ കൈമുട്ടിൽ അവൻ്റെ പിടുത്തം വീണിരുന്നു. അവളെ വലിച്ച് തനിക്ക് നേരെ തിരിച്ചു നിർത്തുമ്പോൾ അവൻ്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നിരുന്നു. നീ നീ എന്തൊക്കെ തോന്നിവാസാണ് അമ്പലത്തിൽ വെച്ച് പറഞ്ഞത്? നിന്റെ ഭാഗത്ത് തെറ്റ് മറയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വം നീ ഉണ്ടാക്കി പറഞ്ഞതല്ലേ അതൊക്കെ? അല്ലേ? എനിക്കറിയാം. മായ മായ അവൾ എൻ്റെ ജീവനിൽ അലിഞ്ഞുചേർന്നവളാണ്. എത്ര ബോധമില്ലെങ്കിലും മറ്റൊരാളെ അവളായി ഞാൻ കാണില്ല. നീ നീ നുണ പറഞ്ഞതല്ലേ? ആകെ പരിഭ്രാന്തിയോടെ ഉള്ള അവൻ്റെ സംസാരം കേട്ടതും താൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. സ്വയം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവനെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായാണ് ഇങ്ങനെ തന്നോട് ചോദിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ അവൻ്റെ സമാധാനത്തിന് വേണ്ടി താൻ സത്യം മറച്ചു വെച്ചാൽ സ്വന്തം വ്യക്തിത്വത്തെ വില കുറയ്ക്കുന്ന പോലെയാകും. അവനോട് താൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഒരു തവണ കൂടി പറഞ്ഞാൽ അത് അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും എന്നും അറിയാം. എന്തു പറയണം എന്നറിയാതെ അവൾ വലഞ്ഞു. തൻ്റെ മുന്നിൽ ഒന്നും പറയാതെ നിൽക്കുന്നവളെ കാണുകെ അവനിൽ ദേഷ്യം നിറഞ്ഞു. പറയടി, എൻ്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയല്ലേ നീ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയത്? ഉണ്ണി ഒരു തവണ കൂടി ചോദിക്കുകയും ഒപ്പം അവളിലെ പിടി മുറുക്കുകയും ചെയ്തു. പല്ലവി ശക്തിയോടെ അവൻ്റെ കൈ തട്ടിമാറ്റി. എനിക്ക് സൗകര്യമില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് തന്നോടൊന്നും പറയല്ല. ഞാൻ പറഞ്ഞത് വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ അതൊക്കെ തൻ്റെ ഇഷ്ടം. താനത് വിശ്വസിച്ചാലുമില്ലെങ്കിലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതും പറഞ്ഞ് മുന്നോട്ട് നടന്നവളെ ഉണ്ണി പിടിച്ചു വലിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. അവൾ പരമാവധി ശക്തിയെടുത്ത് അവനിൽ നിന്നും കുതറി മാറുവാൻ ശ്രമിച്ചു. എന്നാൽ അവൾ അടുത്തു നിന്നും തനിക്ക് മറുപടി ലഭിക്കാതെ വിടില്ല എന്ന വാശിയിൽ അവനിൽ നിറഞ്ഞു. പരസ്പരം പിടിവലിയുടെ ഇടയിൽ നിലത്ത് അവിടെ നനഞ്ഞ ദേഹത്തു നിന്നും ഇറ്റി വീണ വെള്ളത്തിൽ ചവിട്ടി പല്ലവി മലർന്നടിച്ച് വീഴാൻ പോയതും ഉണ്ണി അവളെ കയറി പിടിച്ചു. എന്നാൽ കാല് സ്ലിപ്പായി രണ്ടുപേരും നിലത്തേക്ക് വീണു. വീഴ്ചയിൽ അവൻ്റെ അധരങ്ങൾ അവളുടെ കഴുത്തിലേക്ക് അമർന്നതും രണ്ടുപേരുടെയും നനവുള്ള ദേഹത്തിലൂടെ ഒരു വിറയിൽ കടന്നുപോയി. തുടരും.